ജയേന്ദ്രൻ അല്ലെങ്കിൽ ജോസഫ് ജോർജ് എന്ന ഉദ്യോഗസ്ഥനെ പറ്റി അന്വേഷിക്കുമ്പോൾ എന്താണ് എടുത്തടിച്ച പോലെ കാര്യങ്ങൾ പറയുന്ന ഒരു ഉദ്യോഗസ്ഥനാണ് എന്ന് പലരും പറയുന്നുണ്ട്. ഇപ്പോൾ അഴിമതി ആരോപണം കൈക്കൂലി എന്നത് അവിടുത്തെ കളക്ടർ തന്നെ പറയുന്നു. അതെന്തൊക്കെയോ ഇനിയും പ്രൊസീജിയർ പൂർത്തിയാവാനുണ്ട്. ഇനി മാരകമായ അഴിമതി ആയിരുന്നുവെങ്കിൽ അദ്ദേഹം ഇപ്പോൾ സർവീസിലിരിക്കേണ്ട ആളല്ല, അദ്ദേഹം ഇപ്പോൾ സർവീസിലിരിക്കേണ്ട ആളാണ്. അതുകൊണ്ട് അതിൽ നമുക്ക് ജഡ്ജ്മെൻറ്റ് നടത്തണ്ട. അതിപ്പോൾ സഞ്ജു പറഞ്ഞ പോലെ പരിശോധിച്ച് അതിൻ്റെ കാര്യം പറയട്ടെ. ബാക്കി ഏനാദിമംഗലത്തുണ്ടായിരുന്നപ്പോൾ തർക്കം ഉണ്ടായി എന്ന് പറഞ്ഞാൽ എന്തോ അവിടുത്തെ പുറമ്പോക്ക് ഭൂമി സ്കെച്ച് ചെയ്ത് കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട അവിടുത്തെ രാഷ്ട്രീയ നേതൃത്വം പറഞ്ഞതിനോട് അദ്ദേഹം കേട്ടില്ല. അവിടെ തർക്കം ഉണ്ടായി. വയനാടും അതുപോലെ രാഷ്ട്രീയ നേതൃത്വമായിട്ട് എന്തോ തർക്കം ഉണ്ടായി എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഇരിക്കുന്ന സ്ഥലങ്ങളിലൊക്കെ രാഷ്ട്രീയ നേതൃത്വം ആവശ്യപ്പെടുന്ന ചില കാര്യങ്ങൾ അദ്ദേഹം കറക്റ്റായ വഴി കൂടെ പോകണമെന്നും അദ്ദേഹത്തിന് മേൽദിവസം അറിയിക്കുകയും ചെയ്യുന്ന എന്നും അദ്ദേഹത്തിൻ്റെ ശീലമാണ്. അതിൻ്റെ ഫ്രിക്ഷൻ ഉണ്ടാവുന്നുമുണ്ട്. അതിലപ്പുറം നികുതി അടക്കണം എന്ന് പറഞ്ഞ് വിളിച്ചതിൻ്റെ പേരിൽ മഹാമോശക്കാരനായ ഉദ്യോഗസ്ഥനാണെന്ന് ബ്രാൻഡ് ചെയ്യപ്പെടേണ്ട ഒരാളാണോ ശ്രീ ജോസഫ് ജോർജ്, ശ്രീ ജയേന്ദ്രൻ കല്ലിങ്കൽ? എനിക്ക് തോന്നുന്നത് ഈ മാർച്ച് മാസത്തെ ചില പ്രശ്നങ്ങൾ ഇതിനകത്തുണ്ട്. മാർച്ച് മാസമാകുമ്പോൾ ബിൽഡിംഗ് ടാക്സി ഒരുപാട് നികുതികൾ ക്ലോസ് ചെയ്യേണ്ട സമയമാണ്. അപ്പോൾ അതിൻ്റേതായ ഒരു പ്രശ്നം, ഒരു സമ്മർദ്ദം വില്ലേജർമാർക്ക് ഉണ്ടാകുന്നത് സ്വാഭാവികമാണ്. ആ ഒരു തരത്തിലുള്ള സംഭാഷണമായിരിക്കണം എനിക്ക് തോന്നുന്നത് ജോസഫ് ജോർജ് സഞ്ജുവിനോട് സംസാരിച്ചതെന്ന് തോന്നുന്നു. പക്ഷേ ഇതെല്ലാം തോന്നുമ്പോൾ നമുക്കൊരു ഉദ്യോഗസ്ഥൻ കാണിക്കേണ്ട ഒരു ഗീവ് റെസ്പെക്റ്റ് ആൻഡ് ടേക്ക് റെസ്പെക്റ്റ് എന്നൊരിതുണ്ടല്ലോ. അവിടെ ചെറിയ പാളിച്ചകൾ ഈ ജോസഫ് ജോർജ് സംഭവിച്ചിട്ടുണ്ടെന്നാണ് ആ വാർത്ത മുഴുവൻ കേൾക്കുമ്പോൾ തോന്നുന്നത്. അതുപോലെ തന്നെ നമ്മളിപ്പോൾ 1675 വില്ലേജ് ഓഫീസർമാരുണ്ട്. എല്ലാവരും ഇങ്ങനെ പ്രശ്നക്കാർ ഇങ്ങനെ വർത്തമാനം പറയുന്നവരൊന്നുമല്ല. ഇതിനകത്ത് സഞ്ജുവിനും കുഴപ്പം പറ്റി. സഞ്ജു അങ്ങനെ അദ്ദേഹത്തിൻ്റെ ഒരു രാഷ്ട്രീയ അധികാരം കാണിക്കുന്നതിനുള്ള ഒരു അവസരം അങ്ങനെ പറഞ്ഞപ്പോൾ അദ്ദേഹം അറിയാതെങ്കിലും വായിന് കയറി വെട്ടും അല്ലെങ്കിൽ ഒരു ചീത്ത വാക്കൊക്കെ ഉപയോഗിക്കുക എന്ന് പറഞ്ഞാൽ ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല. ഇവിടെ രണ്ടുപേരും മോഡലല്ല. സമൂഹത്തിന് രണ്ടുപേരും മോഡൽ. ഒരു പൊളിറ്റീഷ്യൻ എന്ന രീതിയിൽ സഞ്ജു മോഡലല്ല, ഒരു വില്ലേജ് ഓഫീസർ എന്ന രീതിയിൽ ജോസഫ് ജോർജോ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥർ എന്ന രീതിയിൽ ജോസഫ് ജോർജ് മോഡലല്ല. അതാണ് എനിക്ക് തോന്നുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം. പിന്നെ ഉദ്യോഗസ്ഥന്മാർക്ക് അവരുടെ ഡ്യൂട്ടി ചെയ്യാനുള്ള അവകാശത്തെ ഒരിക്കലും നിഷേധിക്കാനും കഴിയില്ല. പല സ്ഥലങ്ങളിൽ ഇപ്പോൾ പല പ്രശ്നങ്ങളും ഇത്തരം ഇതേ തരത്തിലുള്ള പല പ്രശ്നങ്ങളും നമ്മുടെ നാട്ടിലുണ്ടാകുന്നുണ്ട്. അപ്പോൾ അത് നമുക്ക് മുന്നിലുള്ള ബാക്കി പറയുന്ന ആരോപണങ്ങളൊക്കെ അതിന്റെ സത്യാവസ്ഥ പുറത്തു വരട്ടെ. കുറ്റമായിട്ടല്ലോ അല്ല, ഞാൻ ചോദിക്കുന്നത് ഇപ്പൊ ജോസഫ് ജോർജ് ഈ സഞ്ജു നികുതി അടയ്ക്കാനുള്ള ആളാണ്. നികുതി അടയ്ക്കാൻ വേണ്ടി ഫോണിൽ വിളിക്കുന്നു. നികുതി അടയ്ക്കാൻ വേണ്ടി ഫോണിൽ വിളിക്കുമ്പോൾ ഒരു ഭാഷയുണ്ട്. ആ ഭാഷ ഒരു ശാസനയുടെ ഭാഷയാണ്. ഉദ്യോഗസ്ഥർ സാധാരണ പൗരന്മാരോട് പലരും ഉപയോഗിക്കുന്ന ഭാഷയാണ്. ഇപ്പൊ ഞാൻ പറഞ്ഞ രാഷ്ട്രീയ നേതൃത്വത്തോട് ഇന്ന ഭാഷ, സാധാരണ ഇന്ന ഭാഷ എന്നൊരു ഭാഷ ഇല്ലല്ലോ. ഞാനൊരു ഉദ്യോഗസ്ഥനാണ്. ഹാഷ്മി അതിനകത്തൊരു ഉദ്യോഗസ്ഥൻ അങ്ങനെയല്ല. ഉദ്യോഗസ്ഥൻ ഒരു ജനസേവകനാണ്. ഒരാളുടെ സംസാരിക്കുമ്പോൾ കാണിക്കേണ്ട ഒരു എളിമ ആ ഭാഷയിൽ ഇല്ല. അത് സംശയമൊന്നുമില്ല. ഒരു വില്ലേജ് ഓഫീസറും, ഞാൻ വില്ലേജ് ഓഫീസറായിരുന്ന ആളാണ്, ഞാനൊരു ഉദ്യോഗസ്ഥ സംഘടനയുടെ നേതാവാണ്. ഞാൻ പറയുന്നു, ഒരു വില്ലേജ് ഓഫീസറും അങ്ങനെ ഒരു ഭാഷ ഉപയോഗിച്ച് എന്തിനാണ് 250 പ്രാവശ്യം സഞ്ജു 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 ഞാൻ കേരളത്തിലാണ് എന്നൊരാളുടെ മറുപടി പറയേണ്ട കാര്യമില്ല. അതുപോലെ തന്നെ ഞാൻ പറയുന്നു, ഏരിയ സെക്രട്ടറി എന്ന രീതിയിലുള്ള ധാർഷ്ട്യം സഞ്ജുവും കാണിച്ചു, അല്ലെങ്കിൽ അങ്ങനെ ഒരു വർത്തമാനം അദ്ദേഹം പറയേണ്ട കാര്യമില്ല. നേരത്തെ CR പറഞ്ഞു, ഒരു വർത്തമാനം പറഞ്ഞു, ഇത് നവീൻ ബാബുവിനെ പോലെയാണ് നവീൻ ബാബുവിനെയും ജോസഫ് ജോർജിനെയും താരതമ്യം ചെയ്തൊരു ചർച്ച കൊണ്ടുവരുന്നത്. നവീൻ ബാബു ഏറ്റവും മാന്യനായ, ഏറ്റവും നിഷ്കളങ്കനായ ഒരു ഉദ്യോഗസ്ഥനാണ്. അങ്ങനെ ഒരു ലേബലൊന്നും ജോസഫ് ജോർജിന് ഞാൻ ഈ പൊതുവിൽ കണ്ട വിഷയങ്ങളിൽ എനിക്ക് കൊടുക്കാൻ കഴിയില്ല. ഞാൻ ഈ സംഘടന നേതാവാണ്. ഞാൻ പറയാമല്ലോ, ഇവരുടെ എല്ലാം ഒരു പ്രതികരിക്കുന്ന ആളാണെങ്കിൽ വില്ലേജ് ഓഫീസർമാർ മുഴുവൻ ഇങ്ങനെയാണ് എന്നൊരു പൊതുസമൂഹത്തിൽ ചിത്രം ഉണ്ടാകേണ്ട കാര്യമില്ല. പിന്നെ മാർച്ച് മാസമാണ്, ഞാൻ നേരത്തെ പറഞ്ഞു, മാർച്ച് മാസമാകുമ്പോൾ സ്വാഭാവികമായി തന്നെ ഈ ഒരു സമ്മർദ്ദം ഉദ്യോഗസ്ഥന്മാർക്ക് വരും. നികുതി പിരിച്ചടയ്ക്കാനുള്ള സമ്മർദ്ദം വരും. സമ്മർദ്ദം ഉണ്ടാകുമ്പോൾ തന്നെ നമ്മൾ ഉപയോഗിക്കേണ്ട ഭാഷയിൽ, കൊടുക്കേണ്ട ബഹുമാനത്തിൽ, മാത്രമല്ല ഇയാളൊരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവാണ്. ഏത് രാഷ്ട്രീയ പാർട്ടി ആയിക്കോട്ടെ, CPM ആയിക്കോട്ടെ, CPI ആയിക്കോട്ടെ, കോൺഗ്രസ് ആയിക്കോട്ടെ, ഒരു പൊതുപ്രവർത്തകനാണ് എന്ന് വില്ലേജ് ഓഫീസർക്ക് അറിയാം. അപ്പോൾ ആ ഒരു നിലയിൽ സംസാരിക്കണമായിരുന്നു. തിരിച്ചും അതുപോലെ തന്നെ ഒരു വില്ലേജ് ഓഫീസറോട് സംസാരിക്കുമ്പോൾ നിന്നെ ഓഫീസിൽ കയറി വെട്ടുമെന്ന് പറഞ്ഞാൽ അതൊരു ധാർഷ്ട്യം തന്നെ. ആ ധാർഷ്ട്യവും അംഗീകരിക്കാൻ കഴിയില്ല. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, രണ്ടും നമ്മുടെ സമൂഹത്തിന് മാതൃകയായ ആൾക്കാരല്ല. രണ്ട് പൊതുപ്രവർത്തകരാണ്. രണ്ടുപേരും നമ്മുടെ സമൂഹത്തിന് മാതൃകയല്ല എന്നാണ് എനിക്ക് വ്യക്തമായി പറയാനുള്ളത്. ഓഫീസർമാർക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെയല്ല, രാവിലെ പകലും ജോലി ചെയ്താലേ തീരുള്ളൂ. അതിലപ്പുറമുള്ള അദ്ദേഹത്തെ പറ്റി, ആരോപണത്തെ പറ്റി താങ്കൾക്ക് എന്തെങ്കിലും അറിവുണ്ടോ ശ്രീ ജയേന്ദ്രൻ കല്ലിങ്കൽ? എന്തൊക്കെയോ ഒരുപാട് അദ്ദേഹം ആ മോശക്കാരനാണ് എന്നൊരു ബാക്കിയെല്ലാം അദ്ദേഹത്തിന്റെ സ്വാഭാവിക
അതെ, ബാക്കി നേരത്തെ പറഞ്ഞ സസ്പെൻഷൻ ഓർഡറിനെ സംബന്ധിച്ച് ബാക്കിയുള്ള കാര്യത്തിലൊക്കെ അതെനിക്ക് തോന്നുന്നു സ്വാഭാവികമായി ഉണ്ടാകുന്ന ഇത്തരം പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുന്ന വിഷയങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുള്ളൂ. എല്ലാ സ്ഥലത്തും ചെന്ന് ഇങ്ങനെ പ്രശ്നം ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ ഒരിക്കലും അംഗീകരിക്കാനും പറ്റില്ല. ഏതെങ്കിലും ഒരു വില്ലേജ് ഓഫീസർ പോകുന്ന സ്ഥലത്തെല്ലാം പ്രശ്നമാണെന്നുണ്ടെങ്കിൽ അയാളുടെ വില്ലേജ് ഓഫീസറായി ഇരിക്കാതിരിക്കുന്നതാണ് നല്ലത്. അയാൾ നയത്തിന്റെ പ്രശ്നം രാഷ്ട്രീയ നേതാക്കൾ ഒരു കാര്യം പറയുമ്പോൾ ഡിപ്ലോമാറ്റിക്കായി ചെയ്തു കൊടുക്കണോ അതോ അത് ചട്ടം പറയണോ? ചട്ടം പറയലാണ് ശരിയായ വഴി, പക്ഷെ അതല്ലാതെ ഡിപ്ലോമാറ്റിക്കായി ചെയ്യാൻ വഴി. ഞാൻ ചോദിച്ചത്, ഞാൻ നയം വേണ്ടേ ചോദിച്ചതുകൊണ്ടാണ് അദ്ദേഹം റിപ്പോർട്ട് വിട്ടേക്കൂ.